4-ാമത്തെ അധ്യായത്തിൽ ശ്രീശുക ബ്രഹ്മർഷി ഉത്തരം പറയുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ ഭഗവത് സ്മരണം, ഭഗവത് പൂജനം നടത്തിക്കൊണ്ടാണ് പറയുന്നത്. പരീക്ഷത്ത് മഹാരാജാവിന്റെ മുന്നിൽ വെച്ച് ശ്രീശുക ബ്രഹ്മർഷി നടത്തുന്ന ആ ഒരു കീർത്തനമുണ്ടല്ലോ, അതിഗംഭീരമായൊരു കീർത്തനമാണ് 2-ാമത്തെ സ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായത്തിലുള്ള ആ ശ്രീശുക ബ്രഹ്മർഷിയുടെ ഉള്ളിൽ നിന്നും വന്ന ഭഗവത് കീർത്തനം. നമ പരസ്മൈ പുരുഷായ ഭൂയസേ സമുദ്ഭവസ്ഥാന നിരോധലീലയാം ഗൃഹീത ശക്തിത്രയായ ദേഹിനാം അന്തർഭവായാനുപലക്ഷ്യവത്മനേ. നമ പരസ്മൈ പുരുഷായ ഭൂയസേ സമുദ്ഭവസ്ഥാന നിരോധലീലയാം ഗൃഹീത ശക്തിത്രയായ ദേഹിനാം അന്തർഭവായാനുപലക്ഷ്യവത്മനേ. ഭഗവാനെ, ഏതൊരു ഭഗവാനാണോ പ്രപഞ്ചത്തിന്റെ ഉത്ഭവ സ്ഥാന നിരോധ ലീലയ ഗൃഹീത ശക്തി ത്രിതയായ, ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുന്നു, നിലനിർത്തുന്നു, തന്നിലേക്ക് ലയിപ്പിക്കുന്നു, ഇപ്രകാരം ലീലയാടിക്കൊണ്ട് എവിടെ ഇരിക്കുന്നു ഭഗവാൻ? ദേഹിനാം അന്തർഭവായ. എവിടെ ഇരിക്കണു? ഇത്ര വ്യക്തമാണ് നോക്കൂ. എല്ലാവരുടെയും ഉള്ളിലിരുന്നു കൊണ്ട് അങ്ങനെ ലീലകൾ ചെയ്യുന്ന അനുപലക്ഷ്യവത്മനെ, എല്ലാവർക്കും പെട്ടെന്ന് അനുഭവ ലക്ഷ്യം, എല്ലാവർക്കും പെട്ടെന്ന് കാണാൻ പറ്റാത്ത വിധത്തിൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ അങ്ങേക്കായിക്കൊണ്ട് എന്റെ നമസ്കാരം. ഇപ്പൊ ഭഗവാൻ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്നുവെങ്കിലും ആ ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് ലീലകൾ നടക്കുന്നതെങ്കിലും ആ ഭഗവാനെ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നില്ല. നമോ നമസ്തേ സ്തൃഷമായ സത്വതം വിദൂരകാഷ്ടായ മുഹുക്കുയോഗിനാം നിരസ്ത സാമ്യാതിശയേന രാധസ സ്വധാമനി ബ്രഹ്മണിരംസ്യതേ നമാം. ഭക്തന്മാരെ, എങ്ങനെയുള്ള ഭക്തന്മാരെ? പരമവിവേകികളായിട്ടുള്ള സാത്വതാം ഋഷഭായ വിദൂരകാഷ്ടായ. ഭഗവാനെ, വിവേകികളായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഹൃദയത്തിൽ കാണാൻ സാധിക്കുന്നതും, എന്നാൽ ആരാണോ കുയോഗികൾ, കുയോഗികൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിനെ വിവേകത്തിലേക്ക് ഉയർത്താത്തവൻ, അവിവേകികളായിട്ടുള്ളവർക്ക് വിദൂരകാഷ്ടായ, അവർക്ക് ഭഗവാൻ വിദൂരമാണ്. ഭട്ടതിരിപ്പാടിന്റെ വരികൾ ഓർക്കൂ നിങ്ങൾ. ഭഗവാന്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഭട്ടതിരിപ്പാട് പറയുന്നുണ്ടല്ലോ, ഏവം ദുർലഭ്യവസ്തും നബിസുലപതയാം അസ്തലബ്ദേയദന്യൽ തൻവാവാജാദിയാവാ ഭജതിപദന ക്ഷുദ്രദൈവസ്ഫുടേയം. ഏവം ദുർലഭ്യവസ്തു, ഞാൻ പറഞ്ഞ ശ്ലോകമാണ്. ഏവം ദുർലഭ്യവസ്തു, പലർക്കും ദുർലഭ്യവസ്തുവാണ്. എന്നാൽ ഗുരുവായൂരപ്പൻ എവിടെ ഇരിക്കണു? സുലഭതയാ ഹസ്തലബ്ദേ. എവിടെയാണ്? എല്ലാവരുടെ കയ്യിലുണ്ട്. എല്ലാവരുടെ കയ്യിലുണ്ട് സ്വാമി കാണുന്നില്ലല്ലോ. ആ അർത്ഥത്തിൽ എടുക്കരുത്. എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ. അതുകൊണ്ട് വിവേകികൾക്ക് കാണാൻ സാധിക്കുന്ന, അനുഭവിക്കാൻ സാധിക്കുന്ന, എന്നാൽ അവിവേകികൾക്ക് കാണാൻ സാധിക്കാത്ത ആ ഭഗവാനെ ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ. എന്താണ്? ആർക്കാണ് എന്നെ കാണാൻ സാധിക്കുക, ആർക്കാണ് എന്നെ കാണാൻ സാധിക്കാത്തത് എന്നുള്ളത് ഇല്ലേ? വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ. വിവേകികൾക്ക് എന്നെ കാണാൻ സാധിക്കും, എന്നാൽ ആരാണോ മനസ്സിനെ പാകപ്പെടുത്താത്തത്, വിവേകത്തിലേക്ക് ഉയർത്താത്തവർ, അവർക്ക് എന്നെ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവാനെ സ്വതാമനി ബ്രഹ്മണിരംസ്യതേ നമ. വിവേകികളായിട്ടുള്ള ആളുകൾ മനസ്സിനെ ഉയർത്തിക്കൊണ്ട് ഏതൊരു ഭഗവാനെയാണോ സ്വന്തം ഹൃദയത്തിൽ കാണുന്നത് ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. യത്കീർത്തനം യസ്മരണം യദീക്ഷണം യൽവന്ദനം യശ്രവണം യദർഹണം ലോകസ്യ സത്യോ വിദ്നോതികൽമഷം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമാം. യത്കീർത്തനം, ആരെയാണോ ഇവിടെ ശരിക്കും നമ്മൾ കീർത്തിക്കേണ്ടത്, ആരെ കീർത്തിച്ചാലാണോ മനസ്സ് ശാന്തമായി സ്വസ്ഥമായി എല്ലാ ഉള്ളിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും പാപങ്ങളും കഴുകിപ്പോകുന്നത്, ആ പ്രേമം കൊണ്ട്, ഭഗവത് പ്രേമം കൊണ്ട് ഇല്ലാതെയായി പോകുന്നത്. യസ്മരണം, ആരെയാണോ ശരിക്കും സ്മരിക്കേണ്ടത്. യദീക്ഷണം, ആരെയാണോ എപ്പോഴും സ്മരിക്കേണ്ടത്, കാണേണ്ടത്. യദ്വന്ദനം, ആരെയാണോ വന്ദിക്കേണ്ടത്. യശ്രവണം, ആരെക്കുറിച്ചാണോ കേൾക്കേണ്ടത്. യദർഹണം, ആരെയാണോ അർച്ചിക്കേണ്ടത്, തന്നെ സമർപ്പിക്കേണ്ടത്. അങ്ങനെയുള്ള ലോകസ്യ സദ്യോ വിദ്നോതി കൽമഷം, മനസ്സിന്റെ എല്ലാ കൽമഷങ്ങളെയും നശിപ്പിക്കുന്ന, സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്ന സുഭദ്ര, എല്ലാവരുടെ ജീവിതത്തെയും സുഭദ്രമാക്കി തീർക്കുന്ന സുഭദ്ര സ്രവസേ നമോ നമ.
അങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മൾ കേൾക്കേണ്ടത്, കീർത്തിക്കേണ്ടത്, ഭഗവാനെ സ്മരിക്കേണ്ടത്. പ്രഹ്ലാദൻ പറഞ്ഞതുപോലെ ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. ഇപ്രകാരമുള്ള ഭഗവാനെ അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു. വിവേകികളായിട്ടുള്ള ആളുകൾ വിചക്ഷണായ ചരണോപസാദനാൽ സംഘം വിതസ്യോഭയതൊന്തരാത്മനാം വിന്ദന്തി ബ്രഹ്മഗതിം ഗതക്ലമാ തസ്മൈ സുഭദ്രസ്രവസേ നമോ നമഃ. വിവേകികളായിട്ടുള്ള ആളുകൾ അവർ ചരണോപസാദനാൽ അവരുടെ ഹൃദയത്തിൽ അങ്ങയുടെ മനോഹരമായിരിക്കുന്ന രൂപത്തെ കണ്ടുകൊണ്ട് ഭഗവാനെ സംഘം വിതസ്യോ അവര് ലോകത്തോടുള്ള സംഘം വിട്ടുകൊണ്ട് ഉഭയോ അന്തരാത്മന അങ്ങയോട് അവര് ബന്ധമുണ്ടാക്കിക്കൊണ്ട് കൂടുതൽ അവരുടെ മനസ്സിനെ അങ്ങയുടെ പാതാരവിന്ദത്തിൽ ഉറപ്പിച്ചുകൊണ്ട് വിന്ദന്തി ബ്രഹ്മഗതിം ഗതക്ലമാൽ ക്രമേണ ക്രമേണ മനസ്സിനെ സമബുദ്ധിയിലെത്തിച്ച് ആ ബ്രഹ്മഗതിയെ കൈവരിക്കാൻ സാധിക്കുന്ന ആ മഹാത്മാക്കൾക്ക് ഏതൊരു പരമഗതിയാണോ അവരുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത്, ആ പരമഗതിയെ ഇരിക്കുന്ന ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. തപസ്സിനോ ദാനപരോ ദാനപരായശസ്സിനോ മനസ്സിനോ മന്ത്രവിദസ്വമംഗളാം ക്ഷേമം ന വിന്ദന്തി വിനായദർച്ചനം ഇതർപ്പണം തസ്മൈ സുഭദ്ര ശ്രവസേ നമോ നമഃ. തപസ്സികളായിട്ടുള്ള ദാനപരന്മാരായിട്ടുള്ള യശസ്വികളായിട്ടുള്ള അങ്ങനെയുള്ള ആളുകൾക്ക് മന്ത്രവിദസ്വമംഗളാം, അങ്ങനെയുള്ള ആളുകൾക്ക് ഏതൊരു ഭഗവാനിലേക്ക് മനസ്സുയർത്തിക്കൊണ്ടാണോ അവരുടെ വിവേകം കൊണ്ട് മനസ്സിനുയർത്തിക്കൊണ്ടാണോ എത്തുന്നത്, എന്നാൽ ഏതൊരാളാണോ ക്ഷേമം ന വിന്ദന്തി വിനായദർപ്പണം, ആരാണോ തന്റെ മനസ്സിനെ ആ ഭഗവാനിലേക്ക് അർപ്പിക്കാത്തത്, ക്ഷേമം കൈവരിക്കാൻ സാധിക്കാത്തത്, അങ്ങനെ ഏതൊരാൾക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ ഏതൊരാൾക്ക് എത്താൻ സാധിക്കുന്നില്ലയോ അങ്ങനെ രണ്ടുപേരുടെയും ഉള്ളിലിരിക്കുന്ന ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. ഒരാൾക്ക് എത്താൻ പറ്റുന്നുണ്ട്, വേറൊരാൾക്ക് എത്താൻ പറ്റുന്നില്ല. ശ്രദ്ധിക്കണേ, ഭാരതീയ സംസ്കാരം നിൽക്കുന്നത് അതിൻ്റെ അവസാനത്തെ ഭാവം എന്ന് പറയുന്നത് സമർപ്പണമാണ്. എന്തിനാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്? എന്തിനാണ് സമർപ്പിക്കേണ്ടത്? നമ്മുടെ മനസ്സിനെ ആർക്ക് സമർപ്പിക്കണം? ഭഗവാനിൽ സമർപ്പിക്കണം. ഇത്രയും വേണ്ടു. പട്ടതിരിപ്പാട് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. നമ്രാണാം സന്നിധത്സേ സതതമപി പുരസ്തൈ അനഭ്യർത്ഥിതാനപി ഹർത്താൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രാം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ചക്രവാടി ധൃതമഭിലഷതി വ്യർത്ഥമത്തിവ്രജോയം നമ്രാണാം സന്നിധത്തെ സതതം. എവിടെ ഭഗവാനുണ്ട്? പുരസ്തൈ, അവരുടെ മുന്നിലുണ്ട്. ആരുടെ മുന്നിൽ? നമ്രാണാം സന്നിധത്തെ. ആരാണോ നമ്രാണം എന്ന് പറഞ്ഞാൽ അർത്ഥം ആരാണോ തന്നെ സമർപ്പിക്കുന്നത് അവരുടെ മുന്നിൽ ആരുണ്ട്? ഗുരുവായൂരപ്പൻ. എപ്പോഴുണ്ട്? സതതം. സതതം എന്നുള്ള സംസ്കൃത ശബ്ദത്തിനർത്ഥം എപ്പോഴും ഉണ്ട് ഭഗവാൻ. നമ്രാണം അവരുടെ മുന്നിലുണ്ട്. തൊഴുന്നവരുടെ മുന്നിലാണെന്ന് പറഞ്ഞിട്ടില്ല. വളരെ ശ്രദ്ധിക്കൂ. ആരുടെ മുന്നിലാണ്? തന്നെ സമർപ്പിക്കുന്നവരുടെ മുന്നിലാണ് ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത്. അവരുടെ മുന്നിൽ ഗുരുവായൂരപ്പൻ ഇരുന്നു കൊണ്ടോ അനഭ്യർത്ഥിതാനപി, ഒന്നും അവര് അപേക്ഷിക്കേണ്ടത് പോലുമില്ല, ഒന്നും ചോദിക്കേണ്ടതില്ല ഗുരുവായൂരപ്പനോട്. കാരണം അനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദ സാന്ദ്രം ഗതിം ച. അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അവരെക്കാൾ കൂടുതൽ ഭഗവാൻ അറിയാം. എന്ന് വെച്ചാൽ ഭഗവാൻ ചോദിക്കുന്നതല്ല കൊടുക്കുക, അവർക്ക് എന്താണോ അനുഭവിക്കാനുള്ള അർഹതയുള്ളത് അത് ഭഗവാൻ കൊടുത്തിരിക്കും. ഇതൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ അമ്പലത്തിൽ ചെന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ സ്വാമി, ഇതൊക്കെ കുട്ടിക്കാലത്തെ മനസ്സിലായിരുന്നെങ്കിൽ എത്ര വഴിപാടുന്ന് രക്ഷപ്പെടായിരുന്നു. നമ്മളിങ്ങനെ ഇത് ചോദിക്കുകയാണല്ലോ, അത് തരൂ, ഇത് തരൂ, മറ്റത് തരൂ, മറിച്ച് തരൂ എന്ന്. ഭഗവാൻ പറയാണ്, നോക്കൂ, നീ ഒന്ന് ചിന്തിക്കൂ, ഇതൊക്കെ ഞാൻ തരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ഞാൻ എന്ത് കൊടുക്കും? ആകെ കൺഫ്യൂഷൻ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡോക്ടർ ചോദിക്കുന്നു, രോഗി ചോദിക്കുന്നു, ഭഗവാൻ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കാ പ്രശ്നം വരിക? ഡോക്ടർ പ്രാർത്ഥിക്കുന്നത് എന്താണ്? രോഗി പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഇത് രണ്ടും ഭഗവാൻ നടത്തി കൊടുത്താലോ ആർക്കാ ഭ്രാന്ത് പിടിക്കുക? ഭഗവാന് ഭ്രാന്ത് പിടിക്കുക. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതല്ല ഭഗവാൻ തരുന്നത്, ഭഗവാൻ നമ്മൾ അർഹിക്കുന്നത് നമ്മളെക്കാൾ കൂടുതൽ ഭഗവാൻ അറിയാം.
അങ്ങനെയുള്ള ഭഗവാനോട് എന്തിനു പ്രാർത്ഥിക്കണം? നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനദസ്രം വിതരസി പരമാനന്ദ സാന്ദ്രം ഗതിം ച ഇത്തം നിശേഷലഭ്യോ നിരവധി കപല പാരിജാതോ ഹരേ ത്വം. ഭഗവാനെ, ഇങ്ങനെയൊക്കെ അങ്ങ് തരും എന്നുണ്ടായിട്ട് എന്തിനാണ് വിവേകമില്ലാതെ ഞാൻ അങ്ങയുടെ മുന്നിൽ ക്ഷുദ്രം തം ചക്രവാടി ദ്രുതമഭിലഷതി വ്യർത്ഥമർത്തിവ്രജോയും. അങ്ങയുടെ മുന്നിൽ ഇന്ദ്രന്റെ കൊട്ടാരത്തിൽ കിട്ടുന്ന സുഖങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പാരിജാതത്തിന്റെ അടുത്ത് എന്ന് ചോദിക്കുന്ന ആ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിനെന്റെ ജീവിതത്തെ, മനസ്സിനെ ക്ഷുദ്രമാക്കുന്നു? ഭട്ടതിരിപ്പാട് തന്നെ പറയുന്നുണ്ട്, ഗുരുവായൂരപ്പന്റെ മുന്നിൽ ചെന്ന്, ഭഗവാന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നവരുടെയൊക്കെ മനസ്സ് ക്ഷുദ്രമാണ്. ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ ദുർബല മനസ്സാണ്, അവിവേക മനസ്സാണ്. വിവേകികളൊന്നും ഭഗവാന്റെ അടുത്ത് നിന്ന് യാതൊന്നും പറയാൻ ലേശം വിഷമമുണ്ടാവും നിൽക്ക്. കാരണം കുറെ കാലമായിട്ട് ശീലിച്ചതല്ലേ. എന്നാലും ഉറപ്പിക്കൂ, വിവേകികളൊന്നും ഭഗവാന്റെ മുന്നിൽ ചെന്ന് പറയൂ പ്രാർത്ഥിക്കില്ല. പിന്നെ അവരെന്താ ചെയ്യുക? തൻ്റെ മനസ്സിനെ ഭഗവാനിലേക്ക് സമർപ്പിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ആ മനസ്സിനെ സമർപ്പിക്കുന്ന ആളുകൾക്ക് ഏതൊരു ഭഗവാനെ കൈവരിക്കാൻ സാധിക്കുമോ ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കണം. എന്നിട്ട് പറയുന്നു, കിരാത ഗുണാന്ധ്ര പുളിന്ദവൽക്കസാം അഭീരഗംഗായവനാഗസാദയാം ഏ അന്യേ ച ബാബ യദുപാശ്രയാശ്രയാ ശുദ്ധ്യന്തി തസ്മൈ പ്രഭ വിഷ്ണവേ നമ. ഓ ശ്രീ ശുഖബ്രഹ്മർഷി ഇനി ഇങ്ങോട്ട് അത്ര താഴ്ന്നു പറയാനില്ല. കിരാത കുണാന്ധ്ര പുളിന്ദ പുഷ്കസ. കിരാതന്മാര്, കുടകന്മാര്, ആന്ധ്രന്മാര്, പുളിന്ധന്മാര്, പുൽക്കസന്മാര്, അഭീരഗംഗന്മാര്, യവനന്മാര്, കസാധയ. അന്നത്തെ ഓരോരോ വിഭാഗങ്ങളായിരിക്കും. ഇതൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോ ഒന്നും തലയിൽ കയറില്ല. പക്ഷെ ഇവരൊക്കെ എങ്ങനെയുള്ളവരാണ്? പാപജീവിതം നയിക്കുന്നവരാണ്, അവിവേകികളുടെ ജീവിതം നയിക്കുന്നത്. അവര് പോലും ആരെ ആശ്രയിച്ചാൽ ശുദ്ധ്യന്തി, അവരുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നുവോ അങ്ങനെയുള്ള ഗുരുവായൂരപ്പനെ, ഭഗവാനെ ഞാൻ, ആത്മസ്വരൂപനായ ഭഗവാനെ ഞാൻ, ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യ സ്വരൂപനായ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. അപ്പൊ ഏത് ജന്മം കിട്ടിയാലും, എത്ര കൊടും പാപം ചെയ്തവനാലും, ഭഗവത്ഗീതയിലൊക്കെ പറയുന്നില്ലേ, നിങ്ങൾ പാപേഭ്യ പാപകൃത്തമ, പാപത്തിൽ വെച്ച് വലിയ പാപം ചെയ്തോട്ടെ, പക്ഷേ ഒന്ന് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എന്നിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ പാപത്തിൽ നിന്ന് നിങ്ങളെ ഉയർത്തിത്തരും. ഭഗവാൻ പറയണു, ഞാൻ അവരെ മഹാത്മാവായി കണക്കാക്കുന്നതാണ്. അങ്ങനെയുള്ള ആ ഒരു ശുദ്ധീകരിക്കാൻ സാധിക്കുന്ന ഭഗവാനെ, അങ്ങയെപ്പോലെ ഈ ലോകത്തിൽ ആരുണ്ട് ആരാധ്യനായിട്ട്? അങ്ങയല്ലേ ശരിക്കും ആരാധിക്കേണ്ടത്. അപ്പൊ മനസ്സിന്റെ ഏത് വിധത്തിലുള്ള പാപത്തിൽ നിന്നും നമുക്ക് പുറത്തു കിടക്കാൻ, അതിനെ ശുദ്ധീകരിക്കാൻ എന്തേ വഴിയുള്ളൂ? ആരിലേക്ക് തിരിക്കുന്നേ വഴിയുള്ളൂ? ഭഗവാനിലേക്ക് തിരിക്കേ വഴിയുള്ളൂ. നോക്കൂ, ഇതൊക്കെ നമ്മുടെ ഹിന്ദുമതത്തിന്റെ ഒരു വലിയൊരു മഹത്വം നോക്കൂ നിങ്ങൾ. എനിക്ക് തോന്നുന്നു ഈ ഭാഗവതമൊക്കെ മനസ്സിലാക്കാതെയാണ് ആളുകൾ പലരും അമ്പലം കൊണ്ട് നടന്നിട്ടുണ്ടാവുക. ഇവിടെ ഭാഗവതത്തിൽ ഈ ശ്ലോകങ്ങളൊക്കെ എഴുതി വെക്കേണ്ടത്, എത്ര കൊടും പാപം ചെയ്തവനായാലും ശരി, ഏത് ജാതി മതത്തിൽപ്പെട്ടവനായാലും ശരി, ഗുരുവായൂരപ്പനിലേക്ക് തിരിഞ്ഞാൽ അവന്റെ പാപങ്ങളെ ഭഗവാൻ കഴുകിക്കളഞ്ഞ് അവനെ ഉയർത്തുന്നു. അങ്ങനെ ഉയർത്താൻ സാധിക്കുന്ന ഭഗവാനെ പോലും ജാതി വ്യവസ്ഥയിൽ നമ്മൾ പിടിച്ചു വെച്ചു. അവിടെ എന്താണ് തൊടരുത് പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ ശ്ലോകങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ക്ഷേത്രങ്ങളുടെ സംസ്കാരം ഉണ്ടല്ലോ, ഭാഗവതവും പറയുന്നത് രണ്ടും രണ്ട് അന്തരത്തിലാണ്. ഇന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഭാഗവതത്തിൽ പറഞ്ഞതിൽ നിന്ന് പലതും വിപരീതമായിട്ടാണോ അമ്പലങ്ങൾ ചെയ്യുന്നതെന്ന് പോലും തോന്നാറുണ്ട്. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊന്നും അല്ല ചെയ്യേണ്ടത് വേറൊന്നാണ്. മനസ്സിലാവുന്നില്ലേ? ഇത്രയും പാപജീവിതം നയിച്ചവർക്ക് പോലും ഭഗവാനിലേക്ക് തിരിഞ്ഞാൽ ശുദ്ധീകരണം സംഭവിക്കുമെങ്കിൽ ഭഗവാന്റെ മുന്നിൽ ഹിന്ദുക്കൾ ഉണ്ടോ? ഭഗവാന് ആരോടെങ്കിലും എന്തെങ്കിലും ഭഗവാൻ ആരെങ്കിലും മാറ്റി നിർത്തുന്നുണ്ടോ? ഭഗവാന്റെ മുന്നിൽ ജാതിയുമില്ല, മതവുമില്ല. അതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുക. നമ്മൾ ശ്വസിക്കുന്ന വായു ഏത് ജാതിയിൽപ്പെട്ടതാ? നിങ്ങൾ ശ്വസിക്കുന്ന വായു ഏത് മതത്തിൽപ്പെട്ടതാ? പറയൂന്നേ. ഹിന്ദു ആണോ? മുസ്ലിമാണോ? ഉണ്ടോ അതിന് വല്ലതും? അപ്പൊ നിങ്ങളിരിക്കുന്ന ചൈതന്യത്തിന്റെ ജാതി ഏതാണ്? അതിന്റെ മതം ഏതാണ്? വലുതുണ്ടോ? അതിൽ തന്നെ ഉറച്ചിരിക്കുന്ന ഗുരുവായൂരപ്പന്റെ ജാതിയും മതമുണ്ടോ? നമ്മൾ അതിനൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവിവേകത്തിലാണ് നമ്മൾ ജനിച്ച് വളർന്നു വന്നിരിക്കുന്നത്. അവിടെ തൊട്ടാൽ അശുദ്ധം, ഇവിടെ തൊട്ടാൽ അശുദ്ധം, അവരെ തൊട്ടാൽ ആകെ അശുദ്ധമാണ്. ഭഗവാന് പറയാനുള്ളത്, എന്നിലേക്ക് തിരിയുന്നവരൊന്നും ഒരു അശുദ്ധിയുമുള്ളവരല്ല, അവരെയൊക്കെ ഞാൻ മഹാത്മാക്കളായി ഉയർത്തിയിരിക്കും. പാപേഭ്യ പാപകൃത്തമ സർവം ജ്ഞാനപ്ലവേനൈവ വിജനം സന്തരിഷ്യതി.
ഒരിക്കൽ നിന്റെ മനസ്സ് വിവേകത്തോടുകൂടി എന്നിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ പരിശുദ്ധീകരിക്കും എന്നൊക്കെ അർജുനനോട് പറയുന്ന പോലെ ഇവിടെ പറയുന്നു, സയേഷ ആത്മാത്മപദാമതീശ്വരേ ത്രയീമയോ ധർമ്മമയസ്തപോമയ ഗതവ്യളീകേ അജശങ്കരാദിഭിർ വിതർക്യലിംഗോ ഭഗവൻ പ്രസീദതാം ഏഷ ആത്മാം ആത്മപദാം അധീശ്വരാം ത്രയീമയോ ധർമ്മമയ തപോമയ ഗതവ്യളീകേ അജശങ്കരാദിഭിർ വിതർക്യലിംഗോ ഭഗവൻ പ്രസീദതാം. എല്ലാ വിധത്തിലുമുള്ള വിവേകികളായിട്ടുള്ള ആളുകൾ, എന്തിനേറെ ബ്രഹ്മാവും അതുപോലെ തന്നെ ശിവനും, അവരൊക്കെ ലജ്ജ വിട്ടുകൊണ്ട് ഏതൊരു ഭഗവാനിലേക്കാണോ തങ്ങളുടെ മനസ്സിനെ തപസ്സുകൊണ്ട് ധർമ്മം കൊണ്ട് തുടങ്ങിയിട്ടുള്ള വിവേകപരമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് ആത്മാവായിരിക്കുന്ന ഭഗവാനിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത്, ആ ഭഗവാൻ പ്രസീദത എന്നിൽ പ്രസാദിക്കട്ടെ. ശ്രിയപതി യജ്ഞപതി പ്രജാപതി ദിയാംപതി ലോകപതി ധരാപതി പതിപ്പതി ച അന്തക വൃഷ്ണി സാത്വതം പ്രസീദതാം മേ ഭഗവൻ സദം പതി. ഒരുപാട് പതി, 3 പതിയില്ല. അലോപ്പതി ഇല്ല, ഹോമിയോപ്പതി ഇല്ല, നാച്ചുറോപ്പതി ഇല്ല. ബാക്കിയുള്ള പതി എന്തൊക്കെയാണ്? ശ്രീയപതി യജ്ഞപതി പ്രജാപതി ധിയാംപതി ലോകപതി ധരാപതി. 3 പതി ഭഗവാൻ വേണ്ടെന്ന് വെച്ചു. എന്ന് വെച്ചാൽ എന്താർത്ഥം? ശ്രീയപതി ലക്ഷ്മിയുടെ പതിയായിരിക്കുന്ന ഭഗവാൻ, അതുപോലെ യജ്ഞപതി യജ്ഞങ്ങളുടെ പതിയായിരിക്കുന്നവൻ, പ്രജാപതി പ്രജകളുടെ പതിയായിരിക്കുന്ന ഭഗവാൻ, ദിയാംപതി ലോകപതി ധരാപതി, ഇങ്ങനെയൊക്കെയുള്ള എല്ലാറ്റിനും പതി എന്ന് വെച്ചാൽ എന്താർത്ഥം? ഈ പതി എന്ന് പറഞ്ഞാൽ തിരുപ്പതിയാണ്. ഇതിനേക്കാളും വലിയ പതി ലോകത്തിൽ ഇല്ല. കാരണം ഭഗവാൻ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, ഭഗവാൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഇതാണ് സത്യം. രാമകൃഷ്ണ പരമഹംസർ പറയും, ഒരു 1 എഴുതിയിട്ട് നിങ്ങൾ എത്ര പൂജ ഇട്ടോളൂ അതിനൊക്കെ വിലയുണ്ട്. ആ 1 എടുത്ത് മാറ്റിയാലോ ഈ പൂജകൾക്ക് വല്ല വിലയുണ്ടോ? ഇതുപോലെ നമ്മളിലൊക്കെ ആ ഒരു 1 ഉള്ളത്